ഇത് മമ്മ എടുക്കേ അതെടുക്കേ എന്റെ ഷാളുണ്ട് ഷാള് ഷാൾ പേടിച്ചല്ലി കുഴപ്പമില്ല. നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ മലപ്പുറം ജില്ലയിലെ കൈനോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ വീടിൻ്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന ഈ 3 വീടുകൾക്ക് പുറകിലാണ് ആ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. അതിലാണ് ആ വീട്ടമ്മ അരയ്ക്കൊപ്പം ആ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഉടൻ തന്നെ ഈ പരിസര പ്രദേശത്തുള്ളവരെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഏകദേശം 6:30 കൂടിയിട്ടാണ് ഈ അപകടം നടക്കുന്നത് എന്നുള്ളതാണ്. ഉമ്മ, പേടിപ്പെടുത്തുന്ന സംഭവമാണ് അല്ലേ? അതൊന്നുമില്ല, പേടിച്ചൊന്നും വേണ്ട. നമ്മളെ അടങ്ങേറ് ഒന്ന് ചേർത്ത് തരണം. എന്താ ഉണ്ടായത്? ഉണ്ടായത് ഞങ്ങളെല്ലാം കൂടി നീച്ചിങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞിങ്ങാണ്ടാണ് ചാടിയതാണ്. അതിനോട് കൂടെ അവിടെ ചാടി അതിൽ ഒരു കീപ്പട്ടേക്ക് കേൾക്കും. അങ്ങനെ ഉണ്ടായത്. മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല, 6 കൊല്ലമായി ഞങ്ങൾ ഇതിൽ വന്നിട്ട് ആർക്കും ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടുണ്ട്. കൗൺസിലർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന സംഭവമാണ് അല്ലേ? പേടി തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ ഓല് വിളിച്ച് ഇടിഞ്ഞുകൂടെ അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അതാണ് സംഭവം. അപ്പോൾ തന്നെ ഒരു താത്ത ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അങ്ങോട്ട് ഇടിഞ്ഞു പോയി. ഏതായാലും അവർ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഓല് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ പരിസര പ്രദേശത്തെ ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഒരു തവണ ഇത് പൊട്ടുന്നുണ്ട് അല്ലേ? പൊട്ടി ഇടിഞ്ഞതിന് ശേഷം അത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു അവർ. അതിൽ രണ്ടാമത് ഇടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? താഴത്തേക്ക് മുഖമാണ് ഉണ്ടായത്. ആദ്യം വീണിട്ട് അവിടെ കെട്ടിക്കണ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ തോണ്ടി താഴത്ത് വെക്കാന്നുള്ളപ്പോഴാണ് ഒന്നായിട്ട് പോയത്. പ്രശ്നമൊന്നുമില്ല, ചെറിയ മുറിവുണ്ട് കാലിന്. ഭാഗ്യമാണ്. നമ്മൾ അടി വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യമാണ്. നമ്മളത് ആ ദൃശ്യങ്ങൾ കണ്ടത് വലിയ കോൺക്രീറ്റ് പാളികളുണ്ട്, കല്ലുകളുണ്ട്, മണ്ണുണ്ട്. ആ കൂട്ടത്തിലെ നുറുക്കാണ് വീണുണ്ട്. ജസ്റ്റ് 37 നീച്ച് അതിൽ തന്നെ പോന്നിട്ടുണ്ട്. കാലം അവിടെയും വെച്ച് കോറിയതായിട്ടാണുള്ളത്. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. രാവിലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ആ അടുക്കളപ്പുറത്ത്, അതായത് ആദ്യ പൊട്ടൽ നടന്ന സമയത്ത് അത് നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷേ അപ്പോഴാണ് രണ്ടാമതും പൊട്ടി അവരുൾപ്പെടെ താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും. എന്തായാലും വലിയ പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അവരുടെ വീടിൻ്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് അല്ലേ? വീണ്ടിട്ടുണ്ട്, ചുമര് വീണ്ടിട്ടുണ്ട്. സുരക്ഷാ ഭിത്തിയാണ് ഇനിയുള്ള പേടി. അത് തന്നെയാണ്. എന്തായാലും സുരക്ഷാ ഭിത്തി കെട്ടിക്കൊണ്ട് അവരുടെ താമസം ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ? ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള മദ്രസിൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. അവിടെ വില്ലേജ് ഓഫീസറൊക്കെ പോയിക്കാണ്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ 3 വീട്ടുകാർ നമ്മൾ മാറ്റി താമസിക്കും. ഭീഷണിയുള്ള സ്ഥലത്ത് നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് എല്ലാവരും മാറ്റി താമസിക്കുന്നുണ്ട്. അത് തന്നെയാണ്. എന്തായാലും ക്യാമ്പ് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുടുംബങ്ങളെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി അവരെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ സംരക്ഷണ ഭിത്തി വേണം എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. ഷഫീഖ് അർലായ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.